ഹായ് ഫ്രണ്ട്സ്, മലയാളീസ് കിച്ചണിലേക്ക് ഒരു പുതുമയുള്ള ഒരു ഗ്ലാസ് അപ്പം. അതായത് നമ്മൾ സാധാരണ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി എല്ലാവരും ഇഡ്ഡലി മാവിൽ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്നു. പക്ഷേ നമ്മൾ ഇഡ്ഡലി മാവിൽ തന്നെ വളരെ വെറൈറ്റി ആയിട്ട് ഗ്ലാസ് അപ്പം, അതായത് ചിലർക്ക് ഇഡ്ഡലിയൊക്കെ കഴിച്ച് ദിവസവും കഴിക്കുമ്പോൾ മടുപ്പുണ്ടാവും. പക്ഷേ അതല്ല, ഒരു മടുപ്പില്ലാത്ത വെറൈറ്റി, ഇടയ്ക്കൊരു വെറൈറ്റിക്ക് വേണ്ടി ഗ്ലാസ് അപ്പം ഉണ്ടാക്കാം. ഗ്ലാസ് അപ്പം ഈ ഒരു ഇഡ്ഡലി കുട്ടവും അതിനകത്ത് ഞാൻ ഒരു പാത്രമൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് അടച്ചു വെച്ചിട്ട് ഞാൻ ചൂടാക്കാനായിട്ട് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. 4 സ്റ്റീൽ ഗ്ലാസ്, സെയിം 4 സ്റ്റീൽ ഗ്ലാസ് തന്നെ കഴിയുന്നതും വേണം. നമുക്ക് ഗ്ലാസ് അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാം. നമുക്കിതിലേക്ക് കുറേശ്ശെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഗ്ലാസിൻ്റെ കംപ്ലീറ്റ് ഭാഗത്തും നന്നായിട്ട് കൈകൊണ്ട് തന്നെ, അല്ലാണ്ട് എല്ലായിടത്തും ഓയിൽ പറ്റണം. എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റിയ ഗ്ലാസ് അപ്പം നമുക്ക് ഉണ്ടാക്കാം. ഏറ്റവും പെട്ടെന്നാവുകയും ചെയ്യും. അതുപോലെ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് ഒരു 10 മിനിറ്റ് മുമ്പേ പെട്ടെന്നാക്കാവുന്ന വെറൈറ്റി ഗ്ലാസ് അപ്പം സ്റ്റീൽ ഗ്ലാസ്സിൽ ഉണ്ടാക്കണം. ഓയിൽ എല്ലായിടത്തും സെറ്റപ്പാക്കി നന്നായിട്ട് കറക്കി ഓയിൽ പറ്റിക്കുക. അപ്പോൾ ഇത് ഇഡ്ഡലി മാവാണ്. അത് ഇഡ്ഡലി മാവ് തന്നെയാണ് ഇതിനെടുക്കേണ്ടത്. ദോശ മാവിൻ്റെ ഒരു പരുവമല്ല. ഇഡ്ഡലി മാവ് ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ കട്ടിയായിരിക്കും. നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. കഴിയുന്നതും വെളിച്ചെണ്ണ ഇട്ട് പുരട്ടുന്നതാണ് ടേസ്റ്റ്. കാരണം വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റും കൂടെ ആ ഗ്ലാസ് അപ്പത്തിന് ഉണ്ടാകും. അതുപോലെ തന്നെ മാവ് ഒഴിക്കുമ്പം ഏറ്റവും ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് നിറയെ മാവ് ഒഴിക്കരുത്. കാരണം ഇത് വെന്ത് പൊങ്ങാൻ വേണ്ടി സ്പേസ് ഇട്ടേക്കണം. ഇതുപോലെ 3/4 ഗ്ലാസ് ഇതുപോലെ നമുക്ക് എല്ലാത്തിലേക്കും ഒഴിക്കാം. അപ്പോൾ നമ്മുടെ ഗ്ലാസ്സുകളിൽ നമ്മൾ മാവ് 3/4 നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇതിലേക്ക്, ഞാനിത് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്, നമുക്കിതിലേക്ക് ഇത് വയ്ക്കാം. ഓരോ ഗ്ലാസും ഇതുപോലെ വളരെ പെട്ടെന്ന് സ്കൂളിലൊക്കെ കുട്ടികൾ പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന നേരത്ത് വളരെ പെട്ടെന്നാവുന്ന ഗ്ലാസ് അപ്പം നമുക്ക് ഇഡ്ഡലിയിലെ ടേസ്റ്റിനേക്കാളും എന്ന് പറയാവുന്ന ടേസ്റ്റോടെ തന്നെ കഴിക്കാം. നമുക്കിത് അടച്ച് ഒരു 10 മിനിറ്റ് വേണ്ട. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളമായിട്ടുണ്ടാവും. നമ്മൾ ഇഡ്ഡലി കുട്ടും ഇത്തിരി ഗ്ലാസ് വെച്ചിട്ട് നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ ഗ്ലാസ് വെച്ചിട്ട് നന്നായിട്ട് ഗ്ലാസ് അപ്പം തയ്യാറായിട്ടുണ്ട്. കാരണം അതിൻ്റെ ഞാൻ പറഞ്ഞ കണക്ക് 3/4 മാവ് ഒഴിച്ചതുകൊണ്ട് ഇത്രയും വെന്ത് നല്ല പാകമായിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പെട്ടെന്ന് തണുപ്പിക്കാനായിട്ട് ഒരു ഐഡിയ എന്ന് പറയുന്നത്, ഒരു പാത്രത്തിൽ ഞാൻ വെള്ളം എടുത്ത് വെച്ചിട്ട്, ഒരു 1/4 പാത്രത്തോളം വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ട് ഇത് ഓരോ ഗ്ലാസും എടുത്ത് ആ വെള്ളത്തിലേക്ക് ഇതുപോലെ ഇറക്കി വെച്ചാൽ പെട്ടെന്ന് തണുക്കുന്ന ഒരു ഐഡിയയാണ്. നമുക്കത് എല്ലാം ഇറക്കി വയ്ക്കുക ഇതുപോലെ. ഇപ്പോൾ നമ്മുടെ ഗ്ലാസ് അപ്പം തണുത്തിട്ടുണ്ട്. തണുക്കാൻ നേരത്തെ പറഞ്ഞ വെള്ളത്തിൽ ഇറക്കി വെച്ച് ഒരു 5 മിനിറ്റ് പോലും വേണ്ട. അതല്ലെങ്കിൽ ഒന്ന് വെള്ളം തളിച്ചാലും മതി. ഇഡ്ഡലി എടുക്കും പോലെ വെള്ളം തളിച്ചാലും മതി. അപ്പോൾ നമ്മളെ ഗ്ലാസ് അപ്പം എല്ലാം ഓക്കെയാണ്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് എടുക്കുകയും വേണം. അതേ രൂപത്തിൽ എടുക്കണം. നമുക്ക് വേണമെങ്കിൽ ഒരു സ്പൂൺ എടുത്ത് 4 ഭാഗത്ത് ഒന്ന് കുത്തിയതിനു ശേഷം ഇതുപോലെ ഒന്ന് കറക്കാം. അതല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് കറക്കിയിട്ട് ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് ഗ്ലാസ് അപ്പം എടുത്ത് ഇതുപോലെ തന്നെ നമുക്ക് എടുക്കാം എല്ലാം. നമ്മുടെ ഗ്ലാസ് അപ്പം എല്ലാം 4 എണ്ണം നമ്മളെടുത്തത് ഗ്ലാസിൻ്റെ അതേ ആകൃതി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത് വേണമെങ്കിൽ പിന്നെ ഇതുപോലെ 1-2 എടുത്ത് വെച്ച് കഴിക്കാം. അതല്ലെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ചിലപ്പം ഇത് കണ്ടിട്ട് ഒരു അതൃപ്തി ഉണ്ടെങ്കിൽ ഇത് നല്ല ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം. ചെയ്യണ്ട, വളരെ എളുപ്പത്തിൽ നമുക്ക് ചെറിയ പീസായിട്ട് നമുക്കിത് കട്ട് ചെയ്ത് പാത്രത്തിലാക്കി കഴിക്കുകയും ചെയ്യാം. എല്ലാവരും ഈ ഗ്ലാസ് അപ്പം നമുക്ക് വെറൈറ്റി ആയിട്ട് ഇഡ്ഡലിയൊക്കെ ചെയ്യുന്ന വീട്ടമ്മമാർക്ക് ഇതുപോലെ ഗ്ലാസ്സിൽ ഇപ്പം നമുക്കൊരു ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കണമെങ്കിലുള്ള ആ ടൈം തന്നെ വേണ്ടു നമുക്കിതുപോലെ ഗ്ലാസ് അപ്പം തയ്യാറാക്കാനും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു വെറൈറ്റിയാണ് ഇഡ്ഡലിയും ദോശയൊക്കെ
കഴിച്ച് മടുത്തിരിക്കുമ്പോൾ കുട്ടികൾക്ക് ഇതുപോലെ ഗ്ലാസ്സിലൊക്കെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സ്റ്റീൽ ഗ്ലാസ് തന്നെ വേണോ? സ്റ്റീൽ ഗ്ലാസ് തന്നെയാണ് ഓഫ് കോഴ്സ്, എല്ലാവരും അത് തന്നെ യൂസ് ചെയ്യുക സ്റ്റീൽ ഗ്ലാസ്സിൽ. അപ്പം നിങ്ങൾക്ക് വീട്ടിലുള്ള ഏതൊരു ഷേപ്പ് സ്റ്റീൽ ഗ്ലാസ് ആണെങ്കിലും കുഴപ്പമില്ല, അത് നിങ്ങൾ യൂസ് ചെയ്യുക. തീർച്ചയായിട്ടും കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടമാകും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങൾ ട്രൈ ചെയ്യുക. എല്ലാവരും ഇത് വാച്ച് ചെയ്യുക. അതുപോലെ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും താങ്ക് യു, ബൈ.